ഒറ്റയ്ക്ക് വഴി വെച്ച് വന്നവനാടാ എന്ന് പറയുന്ന പോലത്തെ ആള് തന്നെയാണ് ബിബിൻ. ഒരുപാട് പേർക്ക് എന്താ ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ്. ഞാൻ വന്ന വഴിയല്ല ഒരിക്കലും ബിബിൻ വന്നിട്ടുള്ളത്, ആ വഴിയിലല്ല ഒരിക്കലും രമ്യ ചേച്ചി ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. പല ട്രാക്കിൽ നിന്നാണ് നമ്മൾ ഓട്ടം തുടങ്ങിയത്, പല സ്ഥലത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ബിബിൻ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ്. കണ്ടോ, അച്ഛന് മനസ്സിലായില്ല. സലിമേട്ടൻ എനിക്ക് അതിന് മുമ്പേ അറിയാം. എന്റെ ഫസ്റ്റ് കൂടത്തിൽ തന്നെ എന്റെ വിടപ്പുന്നെ എന്ന് പറയുന്ന സിനിമയില് സലിമേട്ടന്റെ അടുത്ത് കാളിദാസിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന സീനൊക്കെ അഭിനയിച്ച് അന്നോടേക്ക് അറിയാം. ശ്രാങ്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഗുണ്ടയും ഇതൊക്കെയാണല്ലോ. പുള്ളി വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കണം, നീ ആരടാ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി ഓടാന്നൊക്കെ പറഞ്ഞ് ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. ചെയ്തപ്പോ തന്നെ എല്ലാരും ലൊക്കേഷനിൽ ചിരിക്കും. അങ്ങനത്തെ ഒരു ഡയലോഗാണ്. ബ്രന്തോണിക്ക് ഞങ്ങളൊരു സെക്കൻഡ് പാർട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയപ്പോ ആഷ്കേട് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. കേരളത്തിൽ നിന്നും പുറത്തു പോയാൽ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? സുഖമായിട്ടിരിക്കുന്നു. ആണോ? ഓ സന്തോഷം. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിഷ്ണു, നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്തത് പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞൊരു റൗണ്ടാണ്. അതായത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ വായിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം വിഷ്ണുവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഉത്തരമല്ല പറയേണ്ടത്. എന്തായിരിക്കും നമ്മളിപ്പോൾ ഇതൊരു പബ്ലിക്കിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെയുള്ള ജനങ്ങൾ പറയുന്ന ഒപ്പീനിയൻ എന്തായിരിക്കും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ ആലോചിച്ചിട്ട് വേണം വിഷ്ണു ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പം വിഷ്ണു ഇതിന്റെ ഒക്കെ ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സെറീനനെ വിളിക്കും. സെറീനനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും. അപ്പോൾ അതായത് നമ്മൾ യൂഷ്വലി പീപ്പിൾസ് ചോയ്സിൽ നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ ഒരു സർവേ പോലെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു റാൻഡം ആയിട്ട് ഒരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അവരും പറയുന്ന ഉത്തരവും വിഷ്ണു പറയുന്ന ഉത്തരവും കൂടെ നമ്മൾ ടാലി ചെയ്ത് നോക്കുമ്പോൾ മാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം പബ്ലിക്കിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ചെറിയൊരു റൗണ്ടാണ്. ഓക്കെ, അപ്പൊ പീപ്പിൾസ് ചോയ്സിലെ ആദ്യത്തെ ചോദ്യം, എപ്പോഴാണ് ഒരാളുടെ നന്മ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അയാളുടെ വിവാഹ സമയത്ത്, അല്ലെങ്കിൽ അയാളുടെ മരണശേഷം. വിഷ്ണുവിന്റെ ഒപ്പീനിയൻ അല്ല. ഇപ്പൊ ഞാൻ 10 പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ഇതിന് പറയാന്ന് വിഷ്ണുവിന് തോന്നുന്നത്? മരണശേഷം. ശരി. ഇവയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത്? പണം, പദവി, പ്രായം? ആണ്. ഓക്കെ. കേരളത്തിൽ നിന്നും പുറത്തു പോയാൽ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? പുട്ടുകടല, പൊറോട്ട ബീഫ്, പിന്നെ കൊടുമ്പുളിയിട്ട മീൻകറി. ഓക്കെ. കിലുക്കം സിനിമയിലെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ലോട്ടറി റിസൾട്ട് ആണോ, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണോ, അതോ വെൽക്കം ടു ഊട്ടിയാണോ? ലോട്ടറിയുടെ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി ഓസ്ട്രേലിയയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തായിരിക്കും അവർ പറയാൻ പോണെന്ന്. ആദ്യമായിട്ടാണ് കേട്ടോ പീപ്പിൾസ് ചോയ്സിൽ ഞങ്ങൾ ഇന്റർനാഷണൽ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക്. ഹലോ. ഹലോ, ഹായ് സെറീന. ഹായ്, ഞാൻ രമ്യാണ്. സുഖായിട്ടിരിക്കുന്നോ? ഓക്കെ സെറീന, ഞാൻ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് പോണു. ഞാനൊരു 3-4 ചോദ്യങ്ങൾ പറയാം. അപ്പൊ അതിന്റെ പെട്ടെന്ന് സെറീനയുടെ ഒരു ഒപ്പീനിയൻ പറയണം കേട്ടോ. എപ്പോഴാണ് ഒരാളുടെ നന്മ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്? അദ്ദേഹത്തിന് അവരുടെ വിവാഹ സമയത്താണോ, അതോ അവരുടെ മരണശേഷമാണോ? മരിച്ചതിന് ശേഷം. ആൻസർ കറക്റ്റ്. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം, ഇവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത്? പ്രായം, പദവി, പണം? പദവി. ശരി. ഓക്കെ, അവിടെ ഉത്തരം തെറ്റിട്ട. കേരളത്തിൽ നിന്നും പുറത്തു പോയാൽ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? പുട്ടുകടല, പൊറോട്ട ബീഫ്, കൊടമ്പുളിയിട്ട മീൻകറി? അതും കറക്റ്റ്. ഓക്കെ, ശരി. ഇനി ഒരേ ഒരു ചോദ്യം കൂടെ. കിലുക്കം സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്ത്? ലോട്ടറി ടിക്കറ്റ് ആണോ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നുള്ള ഡയലോഗ് ആണോ, അതോ വെൽക്കം ടു ഊട്ടിയാണോ? വെൽക്കം ടു ഊട്ടിയാണ്.
അവിടെ എത്തിച്ചു. ആ ശരി, ഓക്കെ സെറീന. ഇന്നിപ്പോ എന്റെ കൂടെ നമ്മുടെ വിഷ്ണു ആണ് ഉള്ളത്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ആണോ? ആ, ഒരു ഹലോ പറഞ്ഞോ. ഹലോ. ഹായ് സെറീന. ഹായ് വിഷ്ണു ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ആണോ? ഓ സന്തോഷം. എന്താ ഇത് എന്തായിരുന്നു പെട്ടെന്ന് പറയാൻ എന്തൊക്കെയോന്ന്. ആ ഓക്കെ, അപ്പൊ വിഷ്ണുവിന്റെ പുതിയ മൂവി വരുന്നുണ്ട് കേട്ടോ, അപ്പൊ കാണണം. ഇടിയൻ ചന്തു. ബ്രേക്ക് ആവുന്നു. ഹലോ സെറീന. ഹലോ. ആ, ഇടിയൻ ചന്തു എന്നുള്ള വിഷ്ണുവിന്റെ പുതിയ മൂവി വരുന്നുണ്ട്, കാണണം എന്ന് പറഞ്ഞതാ. നമ്മള് എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണും. ശരി, താങ്ക് യു സെറീന, താങ്ക് യു സോ മച്ച്. ലൈൻ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടാവും, ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്യാണ്, വിളിക്കാം. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ രണ്ട് കാര്യങ്ങൾ തെറ്റി, അവിടെ തെറ്റിപ്പോയി. അത് പക്ഷേ ലോക്കൽ ചോയ്സാ ഉദ്ദേശിച്ചത്. അയ്യോ, ഓസ്ട്രേലിയയിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അറിയില്ലല്ലോ അവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റ് എങ്ങനെയാന്നല്ലേ. ഓക്കെ ഓക്കെ, ഇനി വേറൊന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷത്തിലേക്ക്, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രതീക്ഷയോടെ വിഷ്ണു കാത്തിരിക്കുന്ന നമ്മുടെ മൂവിയിലേക്ക് തന്നെ വരാം. ചില മൂവീസിനൊക്കെ വരുമ്പോഴേ ടീസറോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലറോ ടീസറോ ഒക്കെ കാണുമ്പോൾ തന്നെ ഈ ഓരോരുത്തരും ഉണ്ട്, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരും അതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയും. ചിലരുടെ പ്രഡിക്ഷൻ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. ടീസർ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് ചിലർ പ്രഡിക്റ്റ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റ് തന്നെയാണ്. ഇപ്പോൾ വിഷ്ണുവിന്റെ ഈ മൂവിനെ കുറിച്ചും കൂടെ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ടും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല മൂവിയാണ് അത്. അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ വിഷ്ണു? ദീപക്കേട്ടൻ പറഞ്ഞോ? എനിക്കറിയില്ല ആരാന്ന്. ആണോ? നോക്കട്ടെ, നോക്കാം ആരാണ്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, നല്ല രീതിയിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്ത ഒരാളാണ്. കണ്ടോ, അച്ഛന് മനസ്സിലായില്ല. ദീപക്കേട്ടനിലേക്ക്. അതാരാണ് ദീപക്കേട്ടൻ ഉദ്ദേശിച്ചത്? ദീപക് ദേവ്. ആ ദീപക്കേട്ടനെയാണോ ഉദ്ദേശിച്ചത്? ആ, ഞാൻ വിചാരിച്ചു ഇനി നിങ്ങളുടെ വേറെ, എനിക്ക് ആരും ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലല്ലോ. ദീപക്കേട്ടൻ നമ്മളെ പടം മൊത്തം ആയതിനു ശേഷമാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ചെയ്യാനായിട്ട് ദീപക്കേട്ടനെ സമീപിച്ചതും. പുള്ളി പടം കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടമാവുകയും പുള്ളിനോട് വേറൊരു ഇന്റർവ്യൂല് എമ്പുരാൻ എന്നാ തുടങ്ങണേന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളി അതിന്റെ കാര്യം ഇങ്ങനെ പറയണ കൂട്ടത്തില് അതിന് മുമ്പ് വല്ലതും ചെയ്യണ്ടോന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഇടിയൻ ചെന്ന് കണ്ടത്. അതെനിക്ക് സംഭവം അതില് ഒരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ പടം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. ഇടിഞ്ഞത് കൊള്ളാന്ന് ദീപക്കേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ആ അത് വെച്ചിട്ടാണ് ഇപ്പൊ വിഷ്ണു അങ്ങനെയാണ് ഇത് പറയാൻ കാരണം. ഓക്കെ ശരി, ഇനി ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഇപ്പൊ കുറെ സമയമായി. ഇതിനകത്ത് വിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ബിബിനെ കുറിച്ച് പറഞ്ഞില്ലാതെയോ, ബിബിൻ വന്നിരിക്കുമ്പോ വിഷ്ണുവിനെ കുറിച്ച് പറയാതിരിക്കാനോ ചോദിക്കാതിരിക്കാനോ നമുക്ക് പറ്റില്ല. കാരണം നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു, നിങ്ങളെ ഹിറ്റ് മേക്കേഴ്സ് തന്നെയാണല്ലോ എല്ലാരും പറയണത്. നമുക്ക് ബിബിനെ കുറിച്ചും കൂടെ ആ ഒരു ഓർമ്മകളും കൂടെ, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, എനിക്കിപ്പോൾ അറിയാവുന്ന കഥയാണ് ഇതെല്ലാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇൻഡസ്ട്രിയിൽ ആദ്യം വന്നത് വിഷ്ണുവാണ്. വിഷ്ണു വന്നു, ഈ പറയുന്ന പോലെ ഒത്തിരി സിനിമകളിലൊക്കെ ആയിട്ട് പല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് വിഷ്ണു വന്നത്. അതിനുശേഷമാണ് വിഷ്ണു സ്ക്രീൻ പ്ലേയിലേക്ക് പോയതും പിന്നെയാണ് ഡയറക്ഷനും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. പക്ഷേ ഒരു സിനിമയിൽ വിഷ്ണു വന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ബിബിന്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ബിബിനെ കൊണ്ടുവന്നത് ആക്ച്വലി വിഷ്ണു ആണോ ഈ ഇൻഡസ്ട്രിയിലേക്ക്? അല്ല, ഒരിക്കലും അല്ല. അല്ല. ബിബിൻ ഒരുപാട് പേർക്ക് എന്താ ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ്. അപ്പൊ അവന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ എന്ന് പറയുന്ന പോലത്തെ ആള് തന്നെയാണ് ബിബിൻ. എന്ന് വെച്ചാൽ അതിന് വേറൊരു അർത്ഥമൊന്നും കാണരുത് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിരിക്കും. കാരണം അതിലെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. സ്റ്റിൽ ഞാൻ വന്ന വഴിയല്ല ഒരിക്കലും ബിബിൻ വന്നിട്ടുള്ളത്. ആ വഴിയിലല്ല ഒരിക്കലും രമ്യ ചേച്ചി ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തർക്കും ഉള്ള, നമ്മളെല്ലാരും ഓട്ടം തുടങ്ങിയ ട്രാക്ക് വേറെ വേറെയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് പലയിടത്തു നിന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനോ അതോ പറ്റില്ല. പല ട്രാക്കിൽ നിന്നാണ് നമ്മൾ ഓട്ടം തുടങ്ങിയത്, പല സ്ഥലത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ബിബിൻ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ്. അവൻ മൾട്ടി ടാലന്റഡ് ആണ്. അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇപ്പോ ബിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തില് ഫൈറ്റും ഡാൻസും പാട്ടും ഒക്കെ ഉള്ള പരിപാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ.
വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ അടുത്ത സ്ക്രിപ്റ്റിന്റെ വർക്ക് ഇതിന്റെ പാരലലി നടത്താനുണ്ട്. അപ്പൊ ഞാനൊരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നു, ബിബിൻ ബാഡ് ബോയ്സിന്റെ ഷൂട്ടിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു പടം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതും ഉടനെ റിലീസാവും. ഇതിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കിട്ടണ പോലെ ഞങ്ങൾക്ക് ഒരു 10 ദിവസം എവിടെ നിന്നെങ്കിലും ഗ്യാപ്പ് കിട്ടി അപ്പൊ തന്നെ ഞാനും ബിബിനും എടാ നമുക്ക് ഒരുമിച്ചിരിക്കുക, ആ സ്ക്രിപ്റ്റിന്റെ പരിപാടി ഒന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മാറി ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അതും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന മൂവി എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ജോണർ മാത്രം പറയോ? എന്താ ഒരു ഹ്യൂമർ ആണോ? ഹ്യൂമർ പ്ലസ് മാസ് ആണോ? ആഹാ. അപ്പം യൂഷ്വലി നിങ്ങൾ ചെയ്തു വന്നിരിക്കുന്ന ആദ്യമേ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അങ്ങ് ജഡ്ജ് ചെയ്ത് വെക്കും, ഓക്കെ അതൊരു ഹ്യൂമർ ടൈപ്പ് ആയിരിക്കും എന്ന്. പക്ഷെ അതിനെ പിന്നെ ആ ഒരു നിങ്ങൾ ബ്രേക്ക് ചെയ്തതാണ് വെടിക്കെട്ട്. അത് അങ്ങനത്തെ ഒരു കോമഡി സംഭവങ്ങളിൽ നിന്നായിരുന്നില്ല നിങ്ങളുടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോണതും അങ്ങനെ പലതും ഇതാണ് അല്ലേ? അങ്ങനെ ഓരോരോ ജോണറിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യാണ് അല്ലേ? ഭയങ്കര നല്ലൊരു കാര്യം ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇപ്പൊ മായാവിയിലെ ക്യാരക്ടറിനെ കുറിച്ച് അതിനകത്ത് നമ്മുടെ സലിമേട്ടന്റെ കൂടെയുള്ള ഒരു സീൻ ഉണ്ടല്ലോ, അത് ആ ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതും ആ ഒരു ഇത്. സലിമേട്ടൻ എനിക്ക് അതിന് മുമ്പ് അറിയാം. എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എന്റെ വീടപ്പുന്നെ എന്ന് പറയുന്ന സിനിമയില് സലിമേട്ടന്റെ അടുത്ത് കാളിദാസിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന സീനൊക്കെ അഭിനയിച്ച് അന്നോടേക്ക് അറിയാം. മായാവി ചെയ്യുമ്പോ അതിലൊറ്റ ഷോട്ടേ ഉള്ളൂ. റാഫി മെക്കാട്ടിനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഷാഫി സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോ ഈ സ്രാങ്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഗുണ്ടയും ഇതൊക്കെയാണല്ലോ. പുള്ളി വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കണാണ്, നീ ആരടാ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി ഓടാന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോ പെട്ടിക്കടയിൽ ഇരിക്കണ പയ്യൻ അവന് പോടാ മരമാക്കറി പോയി തരത്തി പോയി കളിക്കണം അപ്പൊ എന്ന് പറയണം. അപ്പൊ അങ്ങനെ ഒരു തറുതല പറയണ ഒരു ചെക്കനെ വേണമല്ലോ. അപ്പൊ പെട്ടെന്ന് ആൻഡോ ചേട്ടന്റെ ഓർമ്മയിൽ ഞാനുള്ളതുകൊണ്ട് പെട്ടെന്ന് എന്നെ വിളിപ്പിച്ചതാണ്. ഞാനങ്ങനെ പോയി അത് ചെയ്തപ്പോ തന്നെ എല്ലാരും ലൊക്കേഷനിൽ ചിരിക്കും. അങ്ങനത്തെ ഒരു ഡയലോഗ് ആണല്ലോ. സലീമേട്ടനും ഭയങ്കര ഇഷ്ടമായി, പുള്ളിയും ചിരിച്ചു. ഇനി ഈ ഒരു മുമ്പേ ഞാൻ വിട്ടുപോയൊരു ചോദ്യം ഉണ്ടായിരുന്നു ബിബിന്റെ കാര്യം പറഞ്ഞപ്പോഴേ. ബാക്കി എല്ലാ കാര്യത്തിലും വിഷ്ണുവിന്റെ കൂടെ സപ്പോർട്ടീവായിട്ട് ബിബിൻ എപ്പോഴും ബിബിന് പറ്റുന്ന പോലെ ബിബിൻ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എപ്പോഴും നിൽക്കാറുണ്ട്. ഇന്നിപ്പോ പുതിയതായിട്ട് വിഷ്ണു ചെയ്ത ഒരു സംഭവമാണ് പ്രൊഡക്ഷൻ സൈഡിലേക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് വന്നപ്പോൾ അവിടെ ബിബിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇത് ബിബിന് ഈ സിനിമയിലില്ല, അവനെല്ലാ കാര്യങ്ങളും അറിയാം ഈ സിനിമയുടെ. ഇതിന്റെ പ്രൊഡക്ഷനിൽ ബിബിനില്ല. അപ്പം അതുകൊണ്ട് വേറൊരു ടീമാണല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ബിബിന് അധികം ഇൻവോൾവ് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും വന്നില്ല. ഓക്കെ. ഇനി നമ്മൾ എത്രത്തോളം നമ്മൾ ബാക്കി എല്ലാ മൂവിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അമർ അക്ബർ ആന്റണി ആ ഒരു സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അതിന്റെ ഇനിയിപ്പം എന്താ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളും അതും കൂടെ ഒന്ന് വിശേഷം പറയാമോ? അമർ അക്ബർ ആന്റണിക്ക് ഞങ്ങളൊരു സെക്കൻഡ് പാർട്ടിന് പറ്റിയ ഒരു ഐഡിയ കിട്ടിയപ്പോൾ നാഷികയോട് പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ UGM ആൽവിൻ ആന്റണി ചേട്ടനും ചേർന്നിട്ടായിരുന്നു. അപ്പൊ UGM ഒരു വലിയ പടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, അജയന്റെ 2ാം വർഷം. അപ്പൊ അതൊന്ന് കഴിഞ്ഞിട്ടാണ് ഇത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും എഴുതി തുടങ്ങിയിട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിട്ടില്ല? അപ്പം ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ മറ്റൊരു കണ്ട ആ 3 പേരും മെയിൻ ലീഡ് ചെയ്ത് അവർ തന്നെ ആയിരിക്കും ഇനി വരുന്നതിനകത്ത്? നമുക്കും അവർക്കും ആഗ്രഹം. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ കിട്ടിയപ്പോ ഇക്കയോട് പറഞ്ഞതാണ്. അപ്പൊ അതിങ്ങനെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോയി അങ്ങനെ ഒരു സാധനം ഐഡിയ ഉണ്ടെന്ന്. പിന്നെ അത് പക്ഷെ ഇങ്ങനെ കാട്ടുതീ പോലെ പടർന്നു എല്ലായിടത്തും ചെല്ലുമ്പോ എന്നാണ് ചോദിക്കുന്നത്. അത് ചോദിക്കും എന്നുള്ള അറിഞ്ഞൂടെ എല്ലാരും. ഒരുപാട് സന്തോഷം ഇന്ന് വന്നതില്. അപ്പൊ നമ്മൾ വീണ്ടും കാണും. വാക്ക് പറഞ്ഞതാണ് ഐശ്വര്യനെയും മാധവിനെയും കൊണ്ടുവരാമെന്ന്. അപ്പൊ നമുക്ക് അവരുമായിട്ട് ഒരുമിച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു ആയിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു അറിഞ്ഞു. മറ്റൊരു താരവുമായിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.